പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെയും ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം. നിൻ്റെ വാക്കുകളെ നീ തരണം. എൻ്റെ അധരങ്ങൾ തുറക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. നീ തന്നെ ഞങ്ങൾക്ക് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകണം. കർത്താവ് ഈ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഈ വചനങ്ങൾ കടന്നു ചെല്ലണം. അവ അവരുടെ ഹൃദയങ്ങളിലേക്ക് പതിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളെ തരണമേ. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഇടയാക്കണമേ. കർത്താവെ, നിന്നെ രക്ഷകനായി സ്വീകരിച്ച് ആ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും അനേകരെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മളെ ധ്യാനിക്കുന്നത് എഫേസ്യോസിൻ്റെ 4-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളാണ്. 31-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സകല വിദ്വേഷവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. നമ്മൾ ചില കാര്യങ്ങൾ തിന്മകരമായ കാര്യങ്ങളാണ്. ഉപേക്ഷിക്കുവാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളാണ് ഈ വാക്യത്തിൽ നമുക്ക് തരുന്നത്. ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിദ്വേഷത്തെക്കുറിച്ചാണ്. വിദ്വേഷം ഉപേക്ഷിക്കുവാനാണ് ഈ വാക്യത്തിൽ ആദ്യം നമ്മളോട് പറയുന്നത്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ഇവിടെ വിദ്വേഷം അതിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തെ ഒരു മരം ആയിട്ടാണ് കണക്കാക്കുന്നത്. വേര് വളർന്നു വന്നാൽ എന്ത് പറ്റും? ഉപദ്രവം ഉണ്ടാകും, ശക്തിപ്പെട്ടതങ്ങ് വളരും. വിദ്വേഷം ഒരു മരമാണെന്ന് വിചാരിക്കുക, അത് വളർന്നു വരുവാൻ അനുവദിക്കരുത്. ചെറുതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അത് പിഴുതെടുത്ത് കളയണം. അല്ലാതെ വളരും, വേര് വളരും, ശക്തമാകും, വലിയ ഉപദ്രവങ്ങൾ പിന്നീട് ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് വേര് വളർന്ന ഉപദ്രവം ഒന്നും വരുത്താതെ ശ്രദ്ധിക്കുവിൻ. ചില വൻമരങ്ങൾ മതിലിൻ്റെയൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ മതിൽ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ ഉടമസ്ഥർ ആ മരം അങ്ങ് മുറിച്ച് കളയാറുണ്ട്. ഇതുപോലെ ആണ് വിദ്വേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അങ്ങ് പിഴുത് കളയണം. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. നിയമാവർത്തനം 32-ാം അധ്യായം എന്ന് പറയുന്നത് മോശ പാടിക്കേൽപ്പിച്ച, ഇസ്രായേൽ ജനത്തെ പാടിക്കേൽപ്പിച്ച ഒരു ഗാനമാണത്. അതിലൊരു വാചകം ഞാൻ വായിക്കുകയാണ്. നിയമാവർത്തനം 32-ൻ്റെ 32ഉം 33ഉം വാക്യങ്ങൾ. ശത്രുക്കളുടെ മുന്തിരി സോദേമിലെയും ഗോമാറായിലെയും വയലുകളിൽ വളരുന്നു. അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ്, കുലകൾ തിക്തവും. അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിൻ്റെ വിഷമാണ്, ക്രൂരസർപ്പത്തിൻ്റെ കൊടിയ വിഷം. വിദ്വേഷം എന്ന് പറയുന്നത് ഒരു കൊടിയ വിഷമാണ്. ഏത് രീതിയിലാണ് മോശ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ശത്രുക്കളുടെ മുന്തിരി എന്നാണ് പറയുന്നത്. അത് സോദേമിലെയും ഗോമോറായിലെയും വയലുകളിൽ വളരുന്നു. സോദോം ഗോമോറ നമ്മൾ ധാരാളം പ്രാവശ്യം അത് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രമാത്രം അശുദ്ധി നിറഞ്ഞ ഒരു പ്രദേശം ഭൂമുഖത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് കേരളം അതുപോലൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ദൈവം അതിനെ അഗ്നി ഇറക്കി ദഹിപ്പിച്ച് കളഞ്ഞ ഒരു പ്രദേശമാണ്. അത്രമാത്രം അശുദ്ധമായിരുന്ന ഒരു പ്രദേശം. മോശ പറയുന്നത് അവിടുത്തെ വയലുകളിൽ വളരുകയാണ് അവിടുത്തെ മുന്തിരി. അവിടെ മുന്തിരിപ്പഴം നല്ലോണം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഏത് പ്രദേശത്താണ് അത് വളരുന്നത്? ഇത്രമാത്രം അശുദ്ധമായ ഒരു സ്ഥലത്ത് വളരുന്ന ഒരു മുന്തിരിയാണ്. മുന്തിരി കണ്ടാരും പോയി പെട്ടെന്ന് എടുത്ത് പറിച്ച് കഴിക്കരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൻ്റെ പഴങ്ങൾ വിഷമയമാണ്. അവിടെ വളർന്ന ആ മുന്തിരിപ്പഴം വിഷമയമാണ്, കുല തിക്തമാണ്, കഴിക്കുന്നതാണ്. അതൊന്നും എടുത്ത് കഴിച്ചു കളയരുത്. നമ്മുടെ സാഹചര്യങ്ങൾ പോലും പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം നാം ജീവിക്കുകയും വളരുകയും ചെയ്യേണ്ടത്. മറ്റവരുടെ കൂടെ കിടന്നാൽ നമ്മൾ ദുഷിച്ചു പോകും. അതുകൊണ്ടാണല്ലോ ലോകത്തിനെയും കുടുംബത്തെയും ദൈവം അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞത്. ലോകത്തിൻ്റെ ഭാര്യ പുതിയണായിപ്പോയി, ആ കാര്യവും നമുക്കറിയാം. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കരുത്. അവിടുന്ന് കിട്ടുന്ന മുന്തിരിപ്പഴം പോലും നമ്മൾ കഴിക്കരുത്. അത് തിക്തമാണ്, വിഷമയമാണ്. അവരുണ്ടാക്കുന്ന വീഞ്ഞോ കരാള സർപ്പത്തിൻ്റെ വിഷമാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് കിട്ടുന്ന ഇത് ഉപയോഗിച്ചാൽ അത് കരാള സർപ്പത്തിൻ്റെ വിഷമാണ്, ക്രൂര സർപ്പത്തിൻ്റെ കൊടിയ വിഷം. ബൈബിളിൽ നമ്മൾ പുതിയ നിയമത്തിൽ തന്നെയാണ് ഒരു ശിമിയോൻ എന്ന് പറയുന്ന ഒരാളിനെ നമുക്കറിയാം. കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമായിരുന്നു ആ ശിമിയോൻ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി സമറിയാക്കാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ശിമിയോൻ കണ്ടു. സമറിയക്കാർ വിജാതീയ അല്ലെങ്കിൽ യഹൂദ മതത്തിൽപ്പെട്ടവരല്ലല്ലോ, അവരുടെ ഒരു ശത്രുക്കളായിട്ട് കണക്കാക്കുന്നവരാ. അവർ വിശ്വാസത്തിൽ വന്നു. അപ്പോസ്തലന്മാർ കൈവെപ്പ് നടത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ ശിമോനൊരു കാര്യം കണ്ടു. പരിശുദ്ധാത്മാവിനെ പകരുവാനുള്ള ഈ ശക്തി എനിക്കും വേണം. ശിമോൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ശിഷ്യന്മാർക്ക് കുറച്ച് പണമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഈ ശക്തി എനിക്കും, അല്ലെങ്കിൽ ഈ അധികാരം എനിക്കും തരിക, അതിൻ്റെ ഓഫറിംഗ് ആയിട്ട്, സമ്മാനമായിട്ട് ഈ പണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാം എന്നാണ് ശിമിയോൻ വിചാരിക്കുന്നത്. ശിമിയോനെ നമ്മൾ കുറ്റം പറയുന്നു. ഇത് ശിമിയോന് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. സഭാ നേതാക്കന്മാരിൽ പല സഭകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ചരിത്രത്തിൽ പണം കൊടുത്ത് അധികാരം കരസ്ഥമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ധാരാളം പേര് നമുക്ക് കാണുവാൻ സാധിക്കും. ശിമിയോൻ ആദ്യത്തെ ആളായിട്ട് നമ്മൾ കാണുകയാണ്. അതുപോലെ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 8:20-23 വാക്യവും പറയുന്നു. പത്രോസോട് തന്നെ പറയുകയാണ്, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര ധൈര്യമായിട്ടാണ് പത്രോസ് പറയുന്നത്. ഈ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. ഇന്നത്തെ പലരും കിട്ടുന്നെങ്കിൽ അതങ്ങ് വാങ്ങിച്ചേക്കാം, വെറുതെ ഇങ്ങോട്ട് കിട്ടുന്നല്ലയോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പത്രോസ് പറഞ്ഞു, ആ തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. നീ അനീതിയുടെ ബന്ധനത്തിലും വിദ്വേഷത്തിലും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ശിമിയോൻ ഏത് തരത്തിലുള്ളവനാണ് എന്ന് പത്രോസിന് മനസ്സിലാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരവുള്ളത് കൊണ്ടാണല്ലോ പത്രോസിന് അങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പൗലോസ് പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യഹൂദരും ഗ്രീക്കുകാരും പാപത്തിന് അധീനരാണെന്ന് പൗലോസ് കുറ്റപ്പെടുത്തുന്നു. ഗ്രീക്കുകാർ മാത്രം അങ്ങ് പാപികളും യഹൂദരെല്ലാം അങ്ങ് വിശുദ്ധരുമാണെന്നൊന്നും വിചാരിക്കരുത്. ഗ്രീക്കുകാരും യഹൂദരും പാപത്തിന് അധീനരാണ്.
നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇതാണ് ലോകം. കുറേ പേരങ്ങ് വിശുദ്ധരാ നല്ലതായിട്ടൊക്കെ ജീവിക്കുന്നതൊക്കെ വിചാരിക്കും. ഇല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കാര്യം ഗ്രഹിക്കുന്നവനില്ല. ബൈബിളൊക്കെ വായിച്ച് അത് അനുസരിച്ച് മനസ്സിലാക്കി വരേണ്ടതിന് പകരം കേട്ടതും കണ്ടതും ഒക്കെ അങ്ങ് തെറ്റാണെങ്കിലും അങ്ങ് സ്വീകരിക്കുക. അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ദൈവത്തെ അന്വേഷിക്കുന്നതിനുമില്ല. അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തുമെന്ന് കർത്താവ് യേശു നമ്മളോട് പഠിപ്പിച്ചതിൻ്റെ കാര്യം അതാണ്. അന്വേഷിക്കാനുള്ള ഒരു ചുമതല നമുക്കുണ്ട്. ഇങ്ങോട്ട് കിട്ടും എന്നങ്ങ് വിചാരിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അന്വേഷിക്കാൻ, ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ചുമതല നമുക്കുണ്ട്. ഏത് മനുഷ്യനുമുണ്ട്, ഏത് മതത്തിൽപ്പെട്ടവർക്കുമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ അത് കണ്ടെത്തും. പല മതങ്ങളിലുമൊക്കെ ഉള്ളവർ ക്രിസ്ത്യ വിശ്വാസത്തിൽ കടന്നു വരാൻ കാരണം അവരന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിക്കുന്നവർ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ഈ സമരക്കാരി സ്ത്രീ യേശുവിനോട് അന്വേഷിച്ചില്ലേ? ഞങ്ങളൊരു ക്രിസ്തുവിനെ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആ ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഞാനാണ് ക്രിസ്തു. അവൻ വരുമ്പോൾ എല്ലാം പഠിപ്പിക്കുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ക്രിസ്തു. അന്വേഷിച്ചത് കൊണ്ടാണ് കണ്ടെത്തിയത്. അവൾ പിന്നെ എല്ലാവരോടും പറയുകയും ചെയ്തു. അനേകർ യേശുവിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റോമാലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവരുടെ വായ ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. മനുഷ്യൻ്റെ സ്വഭാവമാണ് കാണിച്ചിരിക്കുന്നത്. വായ ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വായ തുറന്നാൽ ശാപം, കയ്പുള്ള വാക്കുകൾ. പാദങ്ങളോ രക്തം ചൊരിയാൻ വെമ്പുന്നു. എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ ദുഷ്ടതരമായ രീതിയിൽ, വളരെ നീചമായ രീതിയിൽ ഈ കൊലപാതകം നടത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കും. അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. അതുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഞാൻ കത്തിയെടുത്ത് കുത്തുന്നത് എൻ്റെ അപ്പനെയാണോ എന്ന് ചിന്തിക്കാതാണ് അവൻ കുത്തിക്കൊല്ലുന്നത്. അവൻ്റെ പാദം രക്തം ചൊരിയാൻ വെമ്പുന്നതാണ്. ഈ പക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 17 എഴുതിയിരിക്കുന്നു, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. ചില മനുഷ്യരുണ്ട്, സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട, നമ്മുടെ സഭയിൽപ്പെട്ട ആൾക്കാർ, യഹൂദരെ സഹോദരൻ എന്ന് പറയുമ്പോൾ യഹൂദനായ മറ്റൊരാളെന്നുള്ള അർത്ഥത്തിലാണ്. ഹൃദയം കൊണ്ട് വെറുക്കരുത്. വെറുപ്പ് പല രീതിയിൽ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും. വഴക്ക് പറയും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, വാഗൊണ്ട് അത് പ്രകടിപ്പിക്കാൻ സാധിക്കും. ചിലപ്പോൾ കൈകൊണ്ടൊരു അടി കൊടുത്തെന്നിരിക്കും. അങ്ങനെ നമുക്ക് ദേഷ്യം, നമ്മുടെ ഹൃദയം ആ ദേഷ്യം പ്രകടിപ്പിച്ചെന്ന് വരാം. ചിലരങ്ങനെ ഒന്നും പ്രകടിപ്പിക്കത്തില്ല. പക്ഷേ അവരുടെ ഹൃദയം എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അത് ദൈവത്തിന് അറിയാമല്ലോ. അവരുടെ ഹൃദയം, അവർ മറ്റേ സഹോദരനെ വെറുക്കുന്നൊരു ഹൃദയമാണ്. മനസ്സിലങ്ങ് വെറുപ്പാണ്. ഇത് അനുവദനീയമാണോ? ഒന്നും ഞാൻ ഭാഗ്യമായിട്ട് അവനെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഹൃദയത്തിൽ ആ വെറുപ്പ് കൊണ്ട് നടക്കരുത്. കാരണം സ്നേഹമാണ് അതിപ്രധാനം. സ്നേഹിക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, വെറുക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക. ആരെ? ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. വെറുപ്പെന്നൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമേ ഇല്ല. ഹൃദയത്തിലായി അതുകൊണ്ട് ഞാൻ അവനെ ഒന്നും ചെയ്തില്ല എന്നൊന്നും സമാധാനപ്പെട്ടിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിക്കരുത്. അയൽക്കാരനെ ശാസിക്കണം. അയൽക്കാരനെ ശാസിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, ചിലർ തെറ്റുകൾ ചെയ്യും. നമ്മൾ കണ്ണടച്ച് അത് പോട്ട് സാരമില്ല എന്നങ്ങ് വിചാരിച്ചാൽ പോരാ. അവൻ്റെ തെറ്റ് അവനൊരു ബോധ്യപ്പെടുത്താനുള്ള ഒരു ചുമതലയോടെ നമുക്കുണ്ട്. അധ്യാപകർ കുട്ടികളെ ശാസിച്ച് ശരിയായ രീതിയിൽ പഠിപ്പിക്കുക. മാതാപിതാക്കൾ മക്കളുടെ ശരിയായിട്ട് പഠിപ്പിക്കുക. എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്ന് പഠിപ്പിക്കുക.
തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ശാസിക്കുക, അതിനുള്ള ചുമതലയുണ്ട്. ആ പിള്ളേരുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോട്ടെ, ഞാൻ എന്തിനാ അവനെ ശാസിക്കുന്നത് എന്നൊന്നും വിചാരിക്കരുത്. ശാസിക്കേണ്ടിടത്ത് ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ കുറ്റക്കാരനായി തീരും. ശാസിക്കാൻ ചുമതലയുള്ളിടത്ത് അധികാരമുണ്ട്, അത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ അവൻ മൂലം നാം തെറ്റുകാരനായി മാറും. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, വിദ്വേഷം കലഹം ഇളക്കി വിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. വിദ്വേഷം മനസ്സിൽ വന്നാലേ ആദ്യത കാണുന്നില്ല, സാരമില്ലെന്ന് വിചാരിക്കും, പോരാ, അത് കലഹം ഇളക്കി വിടും. എന്തുകൊണ്ടാണ് അവിടെ കലഹമുണ്ടായത്? പെട്ടെന്നുണ്ടായതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. കലഹമൊന്നും പെട്ടെന്നുണ്ടാകുന്നതല്ല. ഹൃദയത്തിൽ വിദ്വേഷം നിറഞ്ഞ് വരുമ്പോൾ അത് ഹൃദയത്തിൽ നിൽക്കാതെ കവിഞ്ഞ് ഒഴുകുമ്പോഴാണ് അത് കലഹമായി മാറുന്നത്. അല്ല, ഒറ്റ നിമിഷം കൊണ്ട് കലഹം ഉണ്ടായതല്ല. ഈ ചരിത്രമൊക്കെ നോക്കിയാൽ നമുക്കറിയാം എന്തുകൊണ്ട് കലഹം അവിടെ ഉണ്ടായി. വിദ്വേഷം നിറഞ്ഞു നിന്ന ഒരു ജനം, അവർക്ക് അവരുടെ ഹൃദയത്തിൽ അത് വിദ്വേഷമെല്ലാം കൂടെ ഒതുക്കാനൊക്കാതെ വന്നപ്പോൾ അത് കവിഞ്ഞൊഴുകി കലഹമായി മാറി. വിദ്വേഷം കലഹം ഇളക്കി വിടുന്നു. അതിനൊരു പരിഹാരമാർഗം എന്തുവാ? അത് സ്നേഹം മാത്രമാണ്. എല്ലാം അങ്ങ് പൊറുക്കണം. അപരാധങ്ങൾ പൊറുക്കുന്നതാണ് സ്നേഹം. പൊറുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ പക എന്ന് പറയുന്നത് ഈ ആധുനിക കാലത്ത് മാത്രം ഉണ്ടായൊരു കാര്യമല്ല. ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ പകയുണ്ട്. നമുക്ക് ബൈബിളിൽ അത് കാണുവാൻ സാധിക്കും. ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ ഒന്ന് പറയുകയാണ്. ഒന്ന്, ഏശാവിൻ്റെ പക. ഉൽപ്പത്തി 27-ാം അധ്യായം 41-ാം വാക്യം. പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏശാവ് യാക്കോബിനെ വെറുത്തു. കഥയെല്ലാം നമുക്കറിയാം. ഇസ്ഹാക്ക്, യാക്കോബും ഏശാവുമാണല്ലോ മക്കള്. യാക്കോബിനെ അങ്ങ് അനുഗ്രഹിച്ചു. അത് കണ്ടപ്പോൾ ഏശാവിനെ മൂത്ത മോന് യാക്കോബിനെ വെറുത്തു. എൻ്റെ അപ്പനെങ്ങനെ എന്ത് ചെയ്തു എന്നുള്ള, അപ്പനെ വെറുത്തെന്നല്ല, യാക്കോബിനെ വെറുത്തു. എൻ്റെ സഹോദരൻ കൂടുതൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്നല്ലോ എന്നുള്ളതാണ്. അവൻ ആത്മഗതം ചെയ്തു. പിതാവിനെപ്പറ്റി വിലപിക്കുവാനുള്ള ദിവസങ്ങൾ അടുത്ത് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അവനെ കൊല്ലും. അപ്പോൾ മനസ്സിലൊരു വിരോധം ഉണ്ടായതുകൊണ്ട്, വെറുപ്പുണ്ടായതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? യാക്കോബിനെ കൊല്ലുവാൻ ഏശാവ് ആഗ്രഹിക്കുന്നു, തീരുമാനമെടുത്തു. അതിന് ടൈം ഫിക്സ് ചെയ്തു. എപ്പോഴും എൻ്റെ പിതാവ് ഇപ്പം അധികം താമസിയാതെ മരിക്കും, അത് കഴിഞ്ഞ്, അപ്പോൾ പിതാവ് അറിയണ്ട, അത് കഴിഞ്ഞ് ഞാൻ യാക്കോബിനെ കൊല്ലും. ആ രീതിയിലാണ് പറയുന്നത്. യേശു പറയുന്ന പ്രയോഗം കൂടെ നോക്കിക്കോണം. പിതാവിനെ പറ്റി വിലപിക്കുവാനുള്ള ദിവസങ്ങൾ അടുത്ത് വരുന്നു. പ്രായമായിരിക്കുകയാണ്, അധികം താമസിയാതെ മരിക്കുമെന്നറിയാം. വിലപിക്കുവാനുള്ള ദിവസങ്ങൾ അടുത്ത് വരുന്നു. അദ്ദേഹം മരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ യാക്കോബിനെ കൊന്നുകളയും എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്. വേറൊന്ന് നമുക്ക് കാണുന്നത് ജോസഫിൻ്റെ കാര്യമാണ്. ജോസഫിൻ്റെ സഹോദരന്മാരുടെ ഒരു പക നമുക്ക് ഉൽപ്പത്തി 37-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. 37:4. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. യാക്കോബിൻ്റെ മക്കളാണ്. ജോസഫിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അവന് ഇളയ മകൻ, 2 മക്കളിൽ ഒരാളാണ്. യാക്കോബെ കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യയിൽ നിന്നുള്ള മകനാണ്, കൂടുതൽ സ്നേഹിച്ചു. അത് സഹോദരന്മാർക്ക് മനസ്സിലായി. ആ കാരണം കൊണ്ട് ജോസഫിനെ ഈ സഹോദരന്മാർ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർ കഴിഞ്ഞില്ല. വെറുപ്പ് മനസ്സിലുള്ളത് കൊണ്ട് ജോസഫിനെ കാണുമ്പോൾ സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതാണ് പറ്റുന്നത്. നമ്മളൊരു കാര്യം ആത്മശോധന ചെയ്ത് നോക്കണം. നമ്മളെ മിക്കവാറും സൗമ്യരായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എല്ലാവരോടും സൗമ്യരായിട്ട് സംസാരിക്കും. ചിലരോട്
നമുക്ക് സൗമ്യമായി സംസാരിക്കാൻ സാധിക്കാതെ വരുന്നുണ്ടോ എന്ന് നമ്മളൊരു ആത്മശോധന ചെയ്യണം. അതിൻ്റെ കാരണം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഉള്ള നമ്മുടെ മനസ്സിലെ വെറുപ്പാണ് സൗമ്യമായി അവരോട് സംസാരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്. എല്ലാവരോടും സൗമ്യമായി സംസാരിക്കണം. മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെക്കാട്ടിലും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ. നമുക്ക് മാതൃകയായിരിക്കണം. നമ്മളും എങ്ങനെ ഉള്ളവരായിരുന്നു ഒരു കാലത്ത് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. ഒരു കാലത്ത് നാം എങ്ങനെയുള്ളവരായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തീത്തോസ് 3:3 നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. നാം എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഒരു കാലത്ത് മൂഢന്മാരായിരുന്നു. ആരാണ് മൂഢൻ? യഹോവ ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തയിലും തന്നെയല്ല, ദൈവം അങ്ങനൊന്നില്ല എന്ന് പറയുന്നവനെയാണ് മൂഢൻ എന്ന് ബൈബിൾ പറയുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടം നമ്മളിൽ ചിലർക്കുണ്ടായിരുന്നു. അനുസരണമില്ലാത്തവർ, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല, തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരാണ്, പലതരം മോഹങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്, സുഖേച്ഛകൾക്ക് അടിമപ്പെട്ടവരാണ്. പാപമല്ലെന്നാണ് പലരും വിചാരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? വേണ്ട, എല്ലാത്തിനൊരു പരിധിയുണ്ട്. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ പരിധിയുണ്ട്. ധനസമ്പാദനം, എത്രമാത്രമുള്ള കെട്ടിടങ്ങളാണ്, വീടുകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, എത്രമാത്രം നമ്മൾ സമ്പാദിക്കണം, എത്രയും ബാങ്കിൽ നിക്ഷേപിക്കണം, പരിധിയുണ്ട്. അപ്പുറമായാൽ അത് കൂടിപ്പോയി തെറ്റിലേക്കാണത് പോകുന്നത്. സുഖത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. സുഖം എന്ന ആ ഇച്ഛ നമ്മളെ അങ്ങനെ നടത്തരുത്. കർത്താവ് പഠിപ്പിച്ചത് നോക്കുമ്പോൾ രണ്ടുടുപ്പുണ്ടാകരുത്, നിങ്ങൾ പോകുമ്പോൾ ചെരുപ്പ് അങ്ങ് ധരിക്കാൻ അനുവദിച്ചിരിക്കുന്നു, ഭക്ഷണവും ബെൽറ്റും ഒന്നും നിങ്ങൾ കരുതണ്ട, ആ ബെൽറ്റിൻ്റെ അകത്തെ പണമൊന്നും സ്വീകരിക്കണ്ട, ആരെങ്കിലും വല്ലതും തരുന്നതങ്ങ് കഴിച്ചുകൊണ്ട് മുന്നോട്ടങ്ങ് പൊയ്ക്കൊണ്ടാൽ മതി. ആ രീതിയിലാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ അല്ലെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ സുഖ ഇച്ഛകളിൽ ഒക്കെ അങ്ങ് ലയിച്ച് ജീവിക്കുകയാണ്. കർത്താവ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പക ജനങ്ങളുടെ ഇടയിലുണ്ട്. നിയമജ്ഞര് ഫരീസേര് യേശുക്രിസ്തുവിനോട് പക കാണിച്ചു. യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവുകളും അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടും നിയമജ്ഞരും ഫരീസേരും യേശുക്രിസ്തുവിനോട് പക കാണിച്ചിരുന്നു. ഒരു ശാബതത്തിൽ യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലത്ത് കൈ സൂക്ഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. വലത്ത് കൈ സൂക്ഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാബതത്തിൽ യേശു രോഗശാന്തി നൽകുമോ എന്ന് നിയമജ്ഞരും ഫരീസേരും നോക്കിക്കൊണ്ടിരുന്നു. ശാബത്ത് ദിവസമാണ് യേശു പഠിപ്പിക്കുകയാണ്. ഈ വലത്തൈ സൂക്ഷിച്ച മനുഷ്യനെ അങ്ങ് സുഖപ്പെടുത്തുമോ എന്നവരിങ്ങനെ നോക്കുകയാണ്. കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം. എന്നാൽ യേശു പഠിപ്പിക്കുന്ന എന്തുവാണെന്നതിനെക്കുറിച്ചല്ല. യേശു അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് അവനെ അങ്ങ് സുഖപ്പെടുത്തി. ലൂക്കോസ് 6:11 പറയുന്നു, അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ആണ് പകയുണ്ടായത്.
എന്തുകൊണ്ടാണ് ലോകം യേശുവിനെ വെറുക്കുന്നത്? യോഹന്നാൻ 7:7 പറഞ്ഞിരിക്കുന്നു. യേശു പറയുകയാണ്, ലോകത്തിന് നിങ്ങളെ വെറുക്കുവാൻ സാധിക്കുകയില്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു. ഇതൊക്കെ തിന്മയാണെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് യേശുവിനെ അവർ വെറുക്കുന്നത്. ലോകം ഈ ക്രിസ്തീയ വിശ്വാസികളെ വെറുക്കുന്നല്ലോ. അതെന്തുകൊണ്ടാണ്? ലൂക്കോസ് 21:17 പറയുന്നു, എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പേരിലാണ് ക്രിസ്ത്യാനികളെ ദ്വേഷിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് എന്തൊരു പീഡനങ്ങളാണ് ലോകത്തിൽ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് മത തീക്ഷ്ണത, എല്ലാ മതങ്ങളോടും സൗമ്യമായ ഒരു സമീപനമാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഘോഷിക്കുന്ന ഭാരതത്തിൽ പോലും എത്രയോ പേരാണ് ക്രിസ്ത്യ വിശ്വാസികൾ, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തനം നടത്തുന്നവർ സഹിക്കുന്ന പീഡകൾ എന്ന് നമുക്ക് അറിയാം. പലതും പുറത്തു വരുന്നില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് കൊണ്ടാണോ? അവരോട് സ്നേഹം കാണിക്കാത്തത് കൊണ്ടാണോ? അവരോട് സൽപ്രവൃത്തികൾ ചെയ്യാത്തത് കൊണ്ടാണോ? ഇത്രമാത്രം സൽപ്രവൃത്തികൾ ചെയ്ത് അനേകർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന, ജീവൻ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ക്രിസ്ത്യ വിശ്വാസികളല്ലാതെ വേറെ ആരാണുള്ളത്? പക്ഷേ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്താണ് അതിന് കാരണം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. പത്രോസ് എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യാനി എന്ന പേരിലാണ് ഒരുവൻ പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ വിഷമിക്കണ്ട, അതിൽ സന്തോഷിക്കുവിൻ. ക്രിസ്ത്യാനി എന്ന പേരിലാണ് പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ, മറ്റ് തെറ്റ് ചെയ്തിട്ട് പീഡിപ്പിക്കപ്പെടുന്ന കാര്യമല്ല, അതിൽ സന്തോഷിക്കുവിൻ. ഇനി ആ വചനത്തിൽ നമ്മളെടുത്ത 31-ാമത്തെ വാചകത്തിൽ നമ്മളെടുത്ത വചനത്തിൽ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രോധത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ അത്യധികമായ കോപം, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ആദത്തിൻ്റെ മക്കളെ കായേനും ആബേലും അവർ കർത്താവിന് കാഴ്ച സമർപ്പിച്ചില്ലേ? ഉൽപ്പത്തി 4:5 പറയുന്നു, കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കായേലിൻ്റെ മുഖം കറുത്തു. അവൻ്റെ കാഴ്ചവസ്തു ദൈവം സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണങ്ങൾ വേറെയാണ്. അവൻ്റെ മനസ്സിൽ വിദ്വേഷവും കൊലപാതകത്തിൻ്റെ ഇതും അസൂയയെല്ലാം നിറഞ്ഞു തന്നത് കൊണ്ടാണ് ദൈവം സ്വീകരിക്കാഞ്ഞത്. അല്ല, അവൻ്റെ വസ്തുക്കൾ മോശമായതുകൊണ്ടൊന്നും അല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ല. അവൻ്റെ വസ്തുക്കൾ മോശമായതുകൊണ്ടല്ല, അവൻ്റെ ഹൃദയം മോശമായതുകൊണ്ടാണ് ദൈവം അവൻ്റെ കാഴ്ച സ്വീകരിക്കാഞ്ഞത്. പക്ഷേ അവന് ആബേലിനെ വെറുത്തു. പിന്നീട് നമ്മൾ വായിക്കുന്ന വാചകം, കായേൻ്റെ മുഖം കറുത്തു. നമ്മുടെ ഹൃദയത്തിൽ എന്തായിരിക്കുന്നുവോ അത് മുഖത്തുകൂടെ പ്രകാശിതമാകും. മുഖം നോക്കിയാൽ അറിയാം ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന്. ദൈവത്തിനത് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ മുഖം കറുപ്പിക്കണ്ട. കാരണം ഹൃദയത്തിൽ വിദ്വേഷം നിറഞ്ഞു നിൽക്കുന്ന ആ വിദ്വേഷമാണ് മുഖത്തെ കറുപ്പിച്ച് കളഞ്ഞത്. വേറൊരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. സിറിയ രാജാവിൻ്റെ സൈന്യാധിപൻ നാമാൻ വലിയ യോദ്ധാവാണ്. പക്ഷെ അദ്ദേഹം രോഗിയായിരുന്നു, കുഷ്ഠരോഗമാണ്. അപ്പോൾ ഏലീശ പ്രവാചകന് അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെയൊക്കെ സുഖപ്പെടുത്താൻ കഴിവുണ്ടെന്ന് കേട്ടു. നാമാൻ ഏലീശയെ സമീപിക്കുകയാണ്. ഈ സിറിയക്കാരനാണല്ലോ, അവിടുത്തെ യോദ്ധാവാണല്ലോ നമ്മുടെ നാമാൻ വിചാരിച്ചു, ഞാൻ വലിയ ആളാണ്, വലിയ രഥത്തിലൊക്കെ ചെല്ലുമ്പോൾ ഏലീശ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കൈവീശി എന്നെ അങ്ങ് സുഖപ്പെടുത്തും എന്നാ മനസ്സ് വിചാരിച്ചത്. എന്നാൽ ഏലീശ ചെയ്തത് ദൂതനെ അയച്ച്
നാമാനോടൊരു കാര്യം പറഞ്ഞു, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. ഏലീഷ ഇറങ്ങി വന്ന് കൈവീശി വലിയ ആദരവൊന്നും കാണിച്ച് സുഖപ്പെടുത്താൻ നിന്നില്ല, ഭൃത്യനെ വിട്ടു. എന്നിട്ട് പറയിപ്പിച്ചത്, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. നാമാൻ കുപിതനായി അങ്ങ് മടങ്ങിപ്പോയി. വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ നീങ്ങിയത്. കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, 2 രാജാക്കന്മാർ 5:12 വാക്യം. നാമാൻ ചോദിക്കുകയാണ്, ദമാസ്കസിലെ അബാനായും ഫാർഫാറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ? ഇതിനേക്കാട്ടിൽ ശ്രേഷ്ഠമായ നദികളാണല്ലോ എൻ്റെ നാട്ടിലുള്ളത്, അബാനായും ഫാർഫാറും. പിന്നെന്തിനാ ഞാൻ ഈ ജോർദാൻ നദി കുളിക്കാൻ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് കുപിതനായിപ്പോയി. അതിൻ്റെ സംഭവത്തിൻ്റെ ബാക്കി നമുക്കറിയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ സേവകരെ ഉപദേശിച്ചു, നീ അങ്ങനെ പ്രവാചകൻ പറഞ്ഞതനുസരിക്ക്. അദ്ദേഹം ഒന്ന് കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ അങ്ങനെ ചെയ്തു, അദ്ദേഹം സുഖപ്പെട്ടു എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം. പക്ഷേ ആദ്യം അദ്ദേഹത്തിന് വെറുപ്പാണ് ഉണ്ടായത്, കുപിതനാകുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം കാര്യം മനസ്സിലാക്കി, ശുദ്ധനായി തന്നെ മടങ്ങിപ്പോയി. രാജാവിൻ്റെ കോപത്തെക്കുറിച്ച് സുഭാഷിതങ്ങൾ എഴുതിയിരിക്കുന്നു 16:14. രാജാവിൻ്റെ കോപം മരണത്തിൻ്റെ ദൂതനാണ്, വിവേകിക്ക് അത് ശമിപ്പിക്കുവാൻ കഴിയും. രാജാവിൻ്റെ കോപം ഏൽക്കാൻ അത് ഒരു വിവേകപൂർവ്വം അത് ശമിപ്പിക്കാൻ ശ്രമിക്കണം. ദൈവത്തിൻ്റെ കോപവും നമ്മളിൽ വരാതിരിക്കരുത്. രാജാവ് ദൈവമാണല്ലോ. സുഭാഷിതങ്ങൾ 19:12. രാജാവിൻ്റെ കോപം സിംഹഗർജനം പോലെയാണ്, അവൻ്റെ പ്രീതിയാകട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും. രാജാവിനെക്കുറിച്ച് അവിടെ പറയുന്നെങ്കിലും നമ്മുടെ രാജാവ് യേശുക്രിസ്തുവാണ്. അവൻ്റെ ആ പ്രീതി നമുക്ക് ലഭിക്കണം. അത് പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെ ആയിരിക്കും. അത് സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി വചനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ദൂഷണം പറയരുത്, അതിനെ ഉപേക്ഷിക്കണം എന്നാണ്. ദുഷിച്ച സംസാരം ഒഴിവാക്കേണ്ടതാണ്. പൗലോസ് തീത്തോസിന് എഴുതിയ കത്തിൽ ഒരു നിർദ്ദേശം കൂടെ കൊടുക്കുന്നുണ്ട്. 3:2 വാക്യം. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉത്ബോധിപ്പിക്കുക. ആരെയും പറ്റി തിന്മ പറയരുത്, കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം, സൗമ്യരായിരിക്കണം, എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദയോടുകൂടി വേണം നമ്മൾ പെരുമാറാൻ. അതിന് ജനങ്ങളെ നീ ഉത്ബോധിപ്പിക്കുക. യേശു കർത്താവ് തന്നെ ഒരു കാര്യം നമ്മളോട് പറയുന്നു. മത്തായി 12:36 വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം, നമ്മൾ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വ്യർത്ഥ വാക്കുകളൊന്നും പറയരുത്. ഈ വാക്കുകളെല്ലാം കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുക, നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും. വിധി ദിനത്തിൽ ഇതെല്ലാം ഇങ്ങനെ കാണും. ഓരോ വ്യർത്ഥ വാക്കിനും അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ചുമ്മാതങ്ങ് പറഞ്ഞ് ഞാൻ രസത്തിന് പറഞ്ഞതാ, അല്ലേ അന്നേരത്തെ ഒരു സന്ദർഭം കൊണ്ട് പറഞ്ഞതാ എന്നൊന്നും വിചാരിച്ചാലൊക്കത്തില്ല. വ്യർത്ഥമായി ഒരു വാക്കുപോലും പറയരുത്. ഒരു വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അത് ശ്രദ്ധിച്ചോണം. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. സങ്കീർത്തനം 36:5. അവൻ്റെ ദുഷ്ടൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു.
ഇനി നമ്മൾ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കണം. സഭാപ്രസംഗി 5:3 പറയുന്നു, ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും, വാക്കുകളേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. ചിലർ ഈ ദുസ്വപ്നങ്ങൾ ധാരാളം കാണും. ദുസ്വപ്നങ്ങൾ ധാരാളം കാണാനുള്ള കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആകുലതയേറുമ്പോഴാണ്. എന്താ, ഞാൻ ഏതാണ്ടെല്ലാം കണ്ടല്ലോ സ്വപ്നമെന്ന് ചിലരെ നേരം വെളുക്കുമ്പോൾ പറയാറുണ്ട്. ആകുലത മനസ്സിൽ, ആകുലത ഏറിയ ഒരു മനസ്സോടുകൂടിയാണ് ഉറങ്ങാൻ കിടന്നതെങ്കിൽ ദുസ്വപ്നങ്ങളുണ്ടാകും. ആകുലതയെല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും കർത്താവിൽ പരമേൽപ്പിച്ചും കിടന്നുറങ്ങിയാൽ, ശാന്തമായിട്ട് കിടന്നുറങ്ങിയാൽ ഉറങ്ങാൻ സാധിക്കും. ഇതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്, വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. നമ്മൾ ഒതുക്കി കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് മാത്രം സംസാരിച്ചാൽ മതി. വെറുതെ അങ്ങ് വായിൽ വരുന്ന വാക്കുകളെല്ലാം ഉപയോഗിച്ച് അങ്ങ് പറയണ്ട. വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനം ആകും. സുഭാഷിതങ്ങൾ 29:11 പറഞ്ഞിരിക്കുന്നു, ഭോഷൻ കോപത്തെ കടിഞ്ഞാൻ അയച്ചു വിടുന്നു, ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. കോപം വരും, പക്ഷേ അഴിച്ചു വിടരുത്. അത് ഭോഷനാ ചെയ്യുന്നത്. എന്നാൽ ജ്ഞാനിയാണോ അതിനെ കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്നു, ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. കോപം മനസ്സിൽ വന്ന് കാണും, പക്ഷെ നിയന്ത്രിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏഷണി പറയരുത്. ലേവ്യ പുസ്തകം 19:16 പറയുന്നു, ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്, ഞാനാണ് കർത്താവ്. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ നിർദ്ദേശിക്കുന്നു, സങ്കീർത്തനം 34:13, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുക. സങ്കീർത്തനം 15:3-4 വാക്യങ്ങളിൽ പറയുന്നു, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ അവൻ നിർഭയനായിരിക്കും. യാക്കോബ് 1:26 പറഞ്ഞിരിക്കുന്നു, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പലരും ഞാനങ്ങ് ദൈവഭക്തനാണെന്നങ്ങ് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചാലേ നാവിനെ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കാതിരുന്നാൽ അവൻ്റെ ഭക്തി എന്ന് പറയുന്നത് വ്യർത്ഥമായി പോകും. നാവിനെ നിയന്ത്രിക്കണം, ഹൃദയത്തെ വഞ്ചിക്കരുത് എന്ന് യാക്കോബ് അപ്പോസ്തലൻ പ്രത്യേകം എടുത്ത് പറയുന്നു. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാൻ പാടില്ല. ക്രിസ്തുവും ശിഷ്യന്മാരും അപവാദപാത്രങ്ങളായി തീർന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു പിശാച് ബാധിതനെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് ഊമനായ ഒരു മനുഷ്യനായിരുന്നു. യേശു പിശാചിനെ പുറത്താക്കി. ഊമൻ അത് മാറാനല്ല യേശു പറഞ്ഞത്, ഊമനെ അങ്ങ് ഊമൻ്റെ പിശാചിനെ അങ്ങ് പുറത്താക്കി. അപ്പോൾ ആ ഊമൻ അങ്ങ് സംസാരിച്ചു. ജനങ്ങൾക്ക് അത്ഭുതം. ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഫരീസേയർ അപവാദമാണ് പറയുന്നത്. അവർ പറഞ്ഞു, മത്തായി 9:34, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത്. അപവാദം പറയാൻ അവർ മിടുക്കരാണ്. വേറൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, പെന്തക്കോസ്താ ദിവസം 120ഓളം സഹോദരന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകളാണ് അവരുടെ മേൽ വന്ന് നിന്നത്.
ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 2:13 പറയുന്നു, എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറുഭാഷയിൽ സംസാരിച്ചപ്പോൾ ചിലർ പരിഹസിക്കുന്നത് ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന്. ഇങ്ങനെയാണ് അവരെ ആക്ഷേപിക്കുന്നത്. പീഡനം വരുമ്പോൾ അതിനെ നമ്മൾ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. 1 പത്രോസ് 3:15-17 വാക്യങ്ങൾ പത്രോസ് പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവീൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവീൻ. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. പത്രോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ തിന്മകളെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. കൊറിന്തോസുകാരോട് പൗലോസ് എഴുതിയിരിക്കുകയാണ്. 1 കൊറിന്ത്യർ 5:7-8 വാക്യങ്ങൾ. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവീൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. എല്ലാ തിന്മകളും നമ്മളിൽ നീക്കിക്കളയണമെന്നാണ് പൗലോസ് എടുത്തെടുത്തി പറയുന്നതിൻ്റെ അർത്ഥം. ഇനി 32 വാക്യത്തിലോട്ട് പ്രവേശിക്കാം. 32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവീൻ. നമ്മൾ പരസ്പരം ക്ഷമിക്കണം, കരുണ കാണിക്കണം, ഹൃദയ ആർദ്രതയോടെ പെരുമാറണം. ഇതിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടതും നമുക്ക് മാതൃകയായിരിക്കേണ്ടതും ദൈവം ക്രിസ്തു വഴി നമ്മോട് കാണിച്ച ആ ക്ഷമയായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 3:16 വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബൈബിളിൻ്റെ രത്ന ചുരുക്കം എന്ന വിളിക്കപ്പെടുന്ന ഈ വചനം കാണിക്കുന്നത് നാം പാപികളായിരുന്ന സമയത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ്. അതും തൻ്റെ ഏകജാതൻ പാപപരിഹാരാർത്ഥം ക്രൂശിക്കപ്പെടാൻ അനുവദിച്ചുകൊണ്ട് ആണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഒരു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തയ്യാറായേക്കാം, പക്ഷേ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത് നാം പാപികളായിരിക്കുമ്പോഴാണ്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പാപികൾക്ക് പാപമോചനം നൽകുകയും ഇനിയും മേലാൽ പാപം ചെയ്യരുത് എന്ന് അവരോട് കൽപ്പിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുമുണ്ട്. തൻ്റെ പീഡാനുഭവം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇവ വഴി അവൻ നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു. നാം അവനെ രക്ഷകനായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ രക്തം നമ്മുടെ മോചനദ്രവ്യമാണ്.
വില കൂടിയ വസ്തുവാണ് നമ്മുടെ ആത്മാവിൻ്റേത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ രക്തം മോചനദ്രവ്യമായി കൊടുക്കേണ്ടി വന്നത്. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും പരസ്പരം ക്ഷമിക്കേണ്ടതാണ്. യേശു ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതിലെ 5-ാമത്തെ വാചകം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. സഹസേവകരോട് കരുണ കാണിക്കണമെന്ന് സമർത്ഥിക്കുവാൻ യേശു ഒരു ഉപമ അരുളി ചെയ്തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അത് വായിച്ച് നോക്കണം. ഉപമ ഉപസംഹരിച്ചുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും, പഴയ നിയമം വായിച്ചാൽ പ്രതികാരത്തിൻ്റെ ചില നിയമങ്ങൾ അവിടെ കാണാമല്ലോ എന്ന്. കാണാം, പ്രതികാരത്തിൻ്റെ ചില നിയമങ്ങൾ പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. ലേവ്യ പുസ്തകം 24-19 മുതൽ 21 വരെ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അതുതന്നെ ചെയ്യണം. ഒടിവിനെ ഒടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. ഇത് പഴയ നിയമത്തിലെ നിയമമാണ്. പുതിയ നിയമത്തിലെ യേശു ഇതിന് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അത് സ്നേഹത്തിൻ്റെ നിയമമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവർക്ക് അത് ചെയ്യുവാൻ സാധിക്കും. യേശു പഠിപ്പിക്കുന്നു, ലൂക്കോസ് 6:27-28 വാക്യങ്ങൾ, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവീൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. നമ്മൾ എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളെ സഹായിച്ചിട്ടുള്ളവരെയൊക്കെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്ത് ചിന്തിക്കണം. നമ്മളെ അധിക്ഷേപിക്കുകയും ധാരാളം പേരുണ്ടല്ലോ. അവരുടെ പേര് നമ്മുടെ മനസ്സിൽ അവരുടെ ചിത്രം ഇങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് വരുമായിരിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേനെന്ന്. അപ്പോൾ ഇന്ന വ്യക്തികൾ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ മനസ്സിൽ വരുമ്പോൾ, കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ, അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കണമേ, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കണമേ എന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് പറഞ്ഞതാണ്, നമ്മൾ ചെയ്യണം. കടം, പാപം, തെറ്റ്, അതിക്രമം, ലക്ഷ്യം തെറ്റൽ, കൽപ്പനയുടെ ലംഘനം, മനസാക്ഷിക്ക് എതിരായി പ്രവർത്തിക്കുക, അതിലംഘിക്കുക, അതിർത്തി ലംഘിക്കുക, ഈ പദങ്ങളൊക്കെ പാപത്തെ സൂചിപ്പിക്കാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. പാപം എന്നത് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണെങ്കിലും സഹോദരങ്ങളോട് ചെയ്യുന്ന തെറ്റും പാപത്തിൽ ഉൾപ്പെടുന്നു. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല പാപം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. മത്തായി 25:35 മുതൽ 40 വരെയുള്ള അവസാന വിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക, പരദേശിയെ സ്വീകരിക്കുക, നഗ്നരെ ഉടുപ്പിക്കുക, രോഗികളെ സന്ദർശിക്കുക, കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ സന്ദർശിക്കുക എന്നീ കാര്യങ്ങളെല്ലാം നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവസാന വിധിയുടെ സമയത്ത് നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെടുന്ന ചോദ്യങ്ങൾ നേരത്തെ തന്നിരിക്കുക. ശരിയായ ഉത്തരം അങ്ങ് നൽകിയാൽ മതി. സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിക്കാൻ എളുപ്പമുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷമിക്കാൻ എളുപ്പം വരുന്നത് സ്നേഹമുള്ളവർക്കാണ്. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-5 വാക്യങ്ങൾ, സ്നേഹം ക്ഷമയും ദയയുള്ളതുമാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല.
തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നൽകുവാനാണ് യേശു പറയുന്നത്. തിരിച്ച് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങ് കടം കൊടുക്കാനാണ് യേശു പറയുന്നത്. കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് സ്നേഹപൂർവ്വമായിരിക്കണം. ഒരിക്കൽ പത്രോസ് യേശുവിനോട് ഒരു സംശയം ചോദിച്ചു. മത്തായി 18-21-22 വാക്യങ്ങൾ. കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ എന്നോട് പറയുന്നു. 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. 7 ഗുണം 70 എന്നാണോ? അങ്ങനെയല്ല. അപ്പം 490 പ്രാവശ്യമേ ആകുള്ളൂ. പിന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒന്ന് 7:70, 7:70 അങ്ങനെ എഴുതുവാണെങ്കിൽ അതൊരു വലിയ സംഖ്യയാണ്. 1435 എന്ന് എഴുതിയിട്ട് 56 പൂജ്യം എൻ്റെ വലത്തുവശത്ത് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന സംഖ്യയാണത്. അതായത് ഓരോ ദിവസവും നമ്മോട് തെറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയോടും ഓരോ സെക്കൻഡിലും 10-12 പ്രാവശ്യം വെച്ച് ക്ഷമിക്കണം എന്നത് സൂചിപ്പിക്കുന്നത്. അതാണ് കണക്കെങ്കിൽ അതിനൊരു അതിരില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യേശു പറഞ്ഞത് 70 പ്രാവശ്യം. 7 എന്ന് പറഞ്ഞ വാക്ക് തന്നെ വളരെ എന്നാണ് യഹൂദന്മാരുടെ ഭാഷാരീതി അനുസരിച്ച് അതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ പഠിച്ചതും ധ്യാനിച്ചതും എഫേസ്യർ 4:31-32 വരെയുള്ള വാക്യങ്ങളാണ്. വിദ്വേഷത്തെ നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. പകയെന്ന് പറയുന്നത് ഒരു കുറ്റകരമാണ്. എന്തുകൊണ്ടാണ് ഈ ലോകം വിശ്വാസികളെ വെറുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ദൂഷണം പറയരുത്, വെറുതെ ഭാഷണവും ഒഴിവാക്കണം. നാം പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറേണ്ടതാണ്. നമുക്കിവിടെ നിർത്താം, സമയമാകുന്നത് കൊണ്ട്. 146 എപ്പിസോഡിൽ എഫേസ്യർ 5 അധ്യായം നമുക്ക് പഠനം ആരംഭിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.